ഇല്ലെങ്കിൽ തീർത്തു കളയും. വിപണികളിൽ ആശങ്കയായി പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷാവസ്ഥ. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെ ഇറാനെതിരെ പുതിയ ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്നുകിൽ ഇറാനുമായി സമാധാന കരാറിലെത്തുമെന്നും ഇല്ലെങ്കിൽ അവരെ തീർത്ത് കളയുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. സൈനിക നടപടിയേക്കാൾ താൻ ചർച്ചകൾക്ക് മുൻതൂക്കം നൽകുന്നത്. അതിനു തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും റിഫൈനറികളും നശിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ ക്രൂഡ് ഓയിൽ കയറ്റത്തിലായി. ഏഷ്യൻ വിപണികളിൽ നഷ്ടം. ഹോർമുസ് കടക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഒമാൻ കടലിടുക്കിന് സമീപത്ത് കൂടി സഞ്ചരിച്ചിരുന്ന കപ്പലിനു നേരെ ഇറാൻ 2 തവണ മിസൈൽ ആക്രമണം നടത്തിയെന്നും കപ്പലിന് തീപിടിച്ചെന്നും UK മാരിടൈം ഓപ്പറേഷൻസ് വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും US പറഞ്ഞു. ഖമേനിയുടെ മരണത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പ്രതികാരം ചെയ്യണമെന്ന ആവശ്യം ഇറാനിൽ ശക്തമാകുന്നതിനിടെയാണ് പുതിയ ആക്രമണമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇറാനും US തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും കഴിഞ്ഞ മാസം യുദ്ധം അവസാനിപ്പിക്കുന്ന ഇടക്കാല സമാധാന കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം ട്രംപ് ടെഹ്റാന് മുന്നറിയിപ്പ് നൽകി വരികയാണ്. ജൂലൈ 3 ആയത്തുള്ള അലി ഖമേനിയുടെ വമ്പിച്ച ശവസംസ്കാര ചടങ്ങിൽ ഇറാനിയൻ നേതൃത്വവും പുരോഹിതന്മാരും ഒത്തുകൂടിയപ്പോൾ ഒത്തുചേരൽ ഒരു സൈനിക അവസരമാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നിരുന്നാലും നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനാൽ അത്തരമൊരു നീക്കം ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാം അവിടെയുണ്ട്. ഒരു തവണ മാത്രമേ നമുക്ക് അവരെല്ലാം ഇല്ലാതാക്കാൻ കഴിയൂ. പക്ഷേ ഞങ്ങളത് ചെയ്യാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ ചർച്ച നടത്താൻ ആരും ഉണ്ടാകില്ല എന്നും അദ്ദേഹം US മാധ്യമമായ ആക്സിയോസിനോട് പറഞ്ഞു. നിരവധി ഇറാനികൾ തനിക്കെതിരാണെന്ന് വിശ്വസിച്ചിരുന്നതിനാൽ ഇത്രയധികം ആളുകൾ ഖമേനിയെ വിലപിക്കുന്നത് കണ്ടപ്പോൾ താൻ അത്ഭുതപ്പെട്ടുവെന്നും ട്രംപ് പറഞ്ഞു. ഒരുപക്ഷെ അത് വ്യാജ കണ്ണുനീരായിരിക്കാം അദ്ദേഹം പറഞ്ഞതായി മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയ്ക്ക് സംസ്കാരമോ ചരിത്രമോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെതിരെ ഇറാൻ തിരിച്ചടിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ അർമേനിയയിലെ ഇറാനിയൻ എംബസി ട്രംപിനെയും US-നെയും രൂക്ഷമായി വിമർശിച്ചു. ജൂലൈ 4 സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികം ആഘോഷിച്ച US-ന് ഖമേനിയുടെ മരണത്തിൽ ഇത്ര വലിയ ദുഃഖം അനുഭവപ്പെടുന്നത് ഒരിക്കലും മനസ്സിലാകില്ല. കാരണം അവർക്ക് സംസ്കാരമോ ചരിത്രമോ ബഹുമാനമോ ഇല്ല എന്ന് അതിൽ പറയുന്നു. ആളുകളെ കൊല്ലാം, പക്ഷേ ആദർശങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ആയത്തുള്ള ഖമേനിയെ കൊന്നു, പക്ഷേ വാസ്തവത്തിൽ എല്ലായിടത്തും സുഗന്ധം പരത്തുന്ന ഒരു പെർഫ്യൂം കുപ്പി നിങ്ങൾ പൊട്ടിച്ചു. നിങ്ങൾക്ക് നാഗരികതയോ ചരിത്രമോ ബഹുമാനമോ ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നില്ല. അന്തരിച്ച നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഒത്തുകൂടിയ വലിയ ജനക്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എംബസി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.